ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എണീറ്റു, വന്ന പാടെ തന്നെ വെള്ളം കുടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വയ്ക്കുകയാണ്. എല്ലാവരും എണീറ്റ് കാണും, ജോലിയും തുടങ്ങി കാണും എനിക്കറിയാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാവരുടെയും പണി ഇത് തന്നെ ആയിരിക്കും അല്ലേ, ചൂടാക്കാനുള്ള വെള്ളം എടുത്ത് വയ്ക്കുക. ഒരു കുറച്ച് നേരം അങ്ങനെ അത് വെള്ളം നിറയുന്നവരെ അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് ഞാൻ വെള്ളമാണ് വയ്ക്കുന്നത് ആദ്യം. ചില സമയത്ത് മാറ്റം കാണും. വെള്ളം തിളപ്പിക്കാനും നമ്മൾ ഇഡ്ഡലിക്കും വെച്ച് കേട്ടോ. ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പരിപ്പ് വെച്ചു, സാമ്പാർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. മലക്കറി തീരെ ഇല്ല കേട്ടോ, മലക്കറി നല്ല കുറവാണ്. ഇപ്പോൾ ഞാൻ ഒരാഴ്ചയിൽ 3 തവണയെങ്കിലും സാമ്പാർ വയ്ക്കും. എൻ്റെ കാര്യം മാത്രമാണോ അതോ എല്ലാവരും അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. നിങ്ങളും അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആദ്യം നമ്മൾ സാമ്പാറിന് മലക്കറി വാങ്ങിക്കുമ്പോൾ ഒരു തവണ വയ്ക്കും. രണ്ടാമത് നമ്മൾ സാമ്പാർ ഒരു തവണയും കൂടി വയ്ക്കും. മൂന്നാമത് ബാക്കി വരുന്ന മലക്കറികളെല്ലാം കൂടി വെട്ടിയരിഞ്ഞിട്ട് ഒരു സാമ്പാർ വയ്ക്കും. അങ്ങനത്തെ സാമ്പാറാണ് ഇത് കേട്ടോ. മലക്കറി തീരെ കുറവാണ്. അപ്പം ഞാൻ കുറച്ച് പരിപ്പേ ഇട്ടുള്ളൂ. കായവും ഇട്ട് അത് ആദ്യം ഒന്ന് ഫിസിൽ അടുപ്പിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മലക്കറികളെല്ലാം ആഡ് ചെയ്യും കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും ഞാൻ സെപ്പറേറ്റ് വഴറ്റിയിട്ടാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയെല്ലാം റെഡിയായി. അങ്ങനെ ഇഡ്ഡലിയെല്ലാം എടുത്ത് വയ്ക്കുകയാണ്. കാസറോളിൽ എടുത്ത് വെച്ചു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി അത്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച മാവായിരുന്നു. മാവ് ആട്ടിയത് തീർന്നു. അപ്പോൾ നമ്മൾ മാവ് ഒരു പ്രാവശ്യം വാങ്ങിക്കേണ്ടി വരും. 1-2 തവണയൊക്കെ വാങ്ങും പുറത്തുനിന്ന് തന്നെ. അങ്ങനെ എന്നിട്ട് നമ്മൾ ഒരു പാൻ വെച്ചു, ഓയിലൊഴിച്ചു, കടുക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഉള്ളി വശട്ടാണ്. ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടി നമ്മളിട്ട് ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് പൊരിച്ച് എടുക്കും. അതായത് ഒരു ബ്രൗൺ കളർ ആവുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് ഈ പാനിൽ തന്നെ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ഇട്ട് വഴറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നത് അതോ എല്ലാ മലക്കറിയും കൂടി ഒത്തിട്ട് വേവിച്ചിട്ട് കടുവറുത്തിടുകയാണ് ചെയ്തത്? ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയത്ത് അങ്ങനെയും ചെയ്യാറുണ്ട്. മിക്കവാറും ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഈ പരുവത്തിൽ മൂത്ത് വരുമ്പോൾ നമ്മളൊന്ന് മാറ്റി വയ്ക്കും. എന്നിട്ട് ആ പാനിൽ തന്നെ നമ്മൾ ഓയിലൊഴിച്ച് വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇഡ്ഡലി സാമ്പാറും പൊതുവേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാറും. അപ്പോൾ അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക ഇട്ടു. പിന്നെ നമ്മളിടാൻ പോകുന്ന തക്കാളിയാണ്. ജസ്റ്റ് വെണ്ടയ്ക്ക ഒന്ന് വാടി വരുമ്പോഴാണ് ഞാൻ തക്കാളി ഇടുന്നത് കേട്ടോ. അങ്ങനെ തക്കാളിയും ഇട്ട് നമ്മൾ സാമ്പാറിൻ്റെ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ ഇന്ന് അമ്മ പോവും കേട്ടോ. അതിൻ്റെ ഒരു വിഷമത്തിലാണ്, നല്ല സങ്കടമുണ്ട്. ഇന്ന് അമ്മ പോകും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അമ്മ പോകും കേട്ടോ. അങ്ങനെ പിന്നെ ഈ സമയം തന്നെ വാവ അവിടെ ഏതോ അമ്മയുടെ ഓയിൻമെൻ്റ് എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. ഭാഗ്യത്തിന് നമ്മൾ നോക്കിയിരുന്നത് കൊണ്ട് പെട്ടെന്ന് കണ്ട ആ നിമിഷം തന്നെ നന്നായിട്ട് പിതുക്കി ഫുൾ ഒരു കാൽ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഫുള്ളും തറയിലൊക്കെ ആയി കേട്ടോ. നമ്മൾ കണ്ടതുകൊണ്ട് അവൻ വായിലൊന്നും വച്ചില്ല, കണ്ണിലൊന്നും തേച്ചില്ല. പെട്ടെന്ന് അമ്മ മാറ്റി എടുത്ത് കേട്ടോ. അമ്മ നോക്കൂ ആ സമയത്ത്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ പിന്നെന്താ, ഈ വെണ്ടയ്ക്കയിൽ തന്നെയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ച് കേട്ടോ. ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ പുളി ഒഴിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. നമ്മൾ വീണ്ടും പുളി കുറച്ചും കൂടി ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശകലം ഉപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മളല്ലാതെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. പിന്നെ എങ്ങനെ നമ്മൾ അടച്ചു വെച്ചു. നമ്മുടെ മലക്കറിയൊക്കെ വെന്തായിരുന്നു. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും മറ്റേ തക്കാളിയുടെയും കൂട്ട് നമ്മളിതിലോട്ട് ഇടുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇതിൽ തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ഒക്കെ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉപ്പും പുളിയൊക്കെ കുറച്ച് കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് പുളിയും ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം കുറച്ച് സാമ്പാറേ ഉണ്ടാക്കുന്നുള്ളൂ, രാവിലത്തേക്ക് വേണ്ടി മാത്രം. കാരണം ഞാൻ പറഞ്ഞില്ലേ മലക്കറി തീരെ കുറവായിരുന്നു. അപ്പം അങ്ങനെ രാവിലത്തേക്ക് മാത്രം ഉണ്ടാക്കുന്നതാണ്. പിന്നെ മല്ലിയില ആഡ് ചെയ്ത് കേട്ടോ. മല്ലിയിലയൊക്കെ ലാസ്റ്റ് തീരാറായ സമയമാണ്. പിന്നെ നമ്മൾ ഈ കടുവറുത്ത സംഭവങ്ങളെല്ലാം ആഡ് ചെയ്ത് വീണ്ടും ജസ്റ്റ് ഇങ്ങനെയൊന്നാക്കി ഒഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ അത് ഒഴിച്ചു.
എന്നിട്ട് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല സൂപ്പർ സാമ്പാറായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ നമ്മളുണ്ടാക്കുന്ന ഫുഡ് നമ്മൾ സൂപ്പറെന്ന് പറഞ്ഞാലും നമുക്ക് മറ്റുള്ളവരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നുമല്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് ഞാൻ മടുക്കാറുണ്ട്. അയ്യോ എന്നും ഇത് കഴിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്തോ, നമ്മളുണ്ടാക്കി കഴിക്കുന്ന ഫുഡ് കഴിച്ച് എനിക്കെന്തായാലും തോന്നും കേട്ടോ. വേറെ എവിടെയെങ്കിലും വീട്ടിലെങ്കിലും പോയി നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, അയ്യോ എന്ത് നല്ല രസം, അവരുടെ ഇഡ്ഡലിക്കൊരു ടേസ്റ്റ്, അവരുടെ സാമ്പാറിനൊരു ടേസ്റ്റ്, അങ്ങനെ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായയ്ക്ക് വെള്ളം വെച്ച് പാലൊക്കെ ഒഴിച്ച് തേയിലയൊക്കെ ഇട്ടു. പിന്നെ ഇങ്ങനെ പാലിങ്ങനെ പൊങ്ങി വരും. ഞാനിതിപ്പം ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിപ്പോൾ പെട്ടെന്ന് തിളയ്ക്കും, പക്ഷേ കടുപ്പം അത്ര ആവത്തില്ല. അപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച്, പിന്നെ കുറച്ച് വെച്ച് സമയം പോകാൻ എനിക്ക് കളയാൻ വയ്യ. അപ്പം അതുമല്ല, നമ്മൾ തിരിയുമ്പോഴായിരിക്കും തിളച്ച് കളയണത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചായ റെഡിയാക്കി ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തേട്ടാ. അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. പിന്നെ തേങ്ങ തിരുവി. എനിക്കിഷ്ടമില്ലാത്തതിൻ്റെ പണി തുടങ്ങി ഗൈസ്. പിന്നെ നമ്മുടെ ഈ തിരുവുന്ന ഈ ചിരവ നല്ലതാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് അടിപൊളിയായിട്ട് തിരുവാം. ഇല്ലെങ്കിൽ നമ്മൾ തറയിലേക്ക് ഇരുന്ന് തിരുവണത് എനിക്ക് ഒട്ടും തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പം പിന്നെയും കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോകാം. ഈ സമയം വാവ എന്തോന്നോ അമ്മയുടെ എന്തോ ഓയിൻമെൻ്റ് എടുത്ത് അവിടെ എല്ലാം ആക്കി. അമ്മ കണ്ടതുകൊണ്ട് അവൻ വായിലും വെച്ചില്ല, കണ്ണിലൊന്നും ആയില്ല. പെട്ടെന്ന് എടുക്കാൻ പറ്റി കേട്ടോ. അമ്മ ഉള്ളതുകൊണ്ട് നോക്കും, ഇല്ലെങ്കിൽ ഞാൻ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കറണ്ടില്ല, അപ്പോൾ നമ്മൾ തേങ്ങ തിരുവി പിന്നെ ഇടികളിലിട്ട് ചതച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. എരിശ്ശേരിക്ക് ഞാൻ പയർ നേരത്തെ ഒന്ന് ഫിസിൽ ചെയ്യിപ്പിച്ച് വെച്ചു. പിന്നെ പിന്നെന്താ നമ്മുടെ കപ്പയ്ക്കയും പിന്നെ നമ്മുടെ ഈ വാഴയ്ക്ക ഏത്തൻകായില്ലേ, ഏത്തൻകായും കൂടി ഒന്നും കൂടി അതും രണ്ടാമത് ഫിസിൽ ചെയ്യിപ്പിക്കാം കേട്ടോ. ഒരു 3-4 തവണ ഫിസിൽ ചെയ്യിപ്പിച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങ നമ്മൾ ഇതിൽ അടിച്ചെടുക്കുകയാണ്, ഇതിൽ ചതച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ കാണാതെ അവൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടോ വെള്ളത്തിൽ കളിക്കാനോ വേണ്ടിയിട്ട് പൈപ്പിൽ അങ്ങ് പോയിരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണാതെ പതുക്കെയാണ് പോകണം. ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും, ഞാൻ തിരിച്ചു കൊണ്ടുവാക്കും, വീണ്ടും വരും. പതുക്കെ നോക്കും, ഞാൻ നോക്കണുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പോണത്. എനിക്ക് മനസ്സിലാവും, ഞാൻ വിചാരിക്കും മനസ്സിലാവില്ലെന്ന് കേട്ടോ. എനിക്കത് കാണുമ്പോൾ ചിരി വരും. പൊമ്മി പോവും. എന്നിട്ട് നമ്മൾ ആദ്യത്തെ സെറ്റ് നമ്മളിങ്ങനെ കുറച്ച് തേങ്ങയുടെ ഇതിൽ കൊള്ളുള്ളൂ. അതുകൊണ്ട് ആദ്യം ചതച്ചെടുത്ത് ഇതിൽ നമ്മൾ ഇട്ടേക്കെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇടും, ജീരകം ഇടും, മഞ്ഞൾപ്പൊടി ഇടും, മുളക് പൊടി ഇടും, പിന്നെ കുരുമുളകിൻ്റെ മുഴുവൻ കുരുമുളകില്ലേ ഉണ്ടായിട്ടിരിക്കുന്നത്, നമ്മൾ പൊടിച്ചതല്ല അല്ലാത്തത്, അതിട്ട് ചതയ്ക്കണം. പിന്നെ നമ്മൾ എന്തോന്നിടും, കറിവേപ്പില ഇടും. പിന്നെ ഈ വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു 4-5 അല്ലി ഇടണം കേട്ടോ. കുറച്ച് കൂടുതലാണ്. തോരനൊക്കെ നമ്മൾ ഒരു കുഞ്ഞല്ലിയല്ലേ ഇടുള്ളൂ. ഇതിനിങ്ങനെ ഇടുന്നത് ഇങ്ങനെയാണ് ഇടേണ്ടത് കേട്ടോ. പിന്നെ കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീണുണ്ട്, എന്താണെന്തോ. പിന്നെ വെളുത്തുള്ളി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൂടുതലാണ്. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ ചതച്ചെടുക്കുകയാണ്. അത് കഴുകിയിട്ട് അതും ചതച്ചെടുത്ത് വീണ്ടും പോകണുണ്ട് ആൾ. പക്ഷേ എന്നെ കണ്ട് ഞാൻ നോക്കണം എന്ന് പറഞ്ഞപ്പം തിരിച്ചു വന്ന് ഇവിടെ വന്ന് നോക്കുകയാണ് കേട്ടോ. ഞാൻ ഈ കല്ലിലൊക്കെ ഇടിക്കുന്ന കണ്ടിട്ടേ അവൻ പേടിച്ച് തിരിച്ചു പോവാണ്. ഇവിടെ എന്തോ യുദ്ധം നടക്കണമെന്ന് വിചാരിച്ചാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ വിചാരിക്കണം ഭയങ്കര ഇതൊക്കെ കാണുമ്പോഴേ ഇടിക്കണയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പേടി വരുമായിരിക്കും. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ചതച്ചെടുക്കുന്നു. ഫുള്ള് വെള്ളിയാണ്. മിക്സിയിലാണെങ്കിൽ നമുക്ക് എന്താണ് 1 തവണ 2 തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് നമ്മുടെ പണി തീരും. പക്ഷേ കൊള്ളാം, ഇങ്ങനെ അടിക്കുമ്പോഴും ടേസ്റ്റാണ്. ഇങ്ങനെ ചതച്ചെടുക്കുന്നതും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ചതച്ചെടുത്ത് അത് മാറ്റി വെച്ച് പിന്നെ നമ്മളൊരു പാൻ വെച്ച് ഓയിലൊഴിച്ച് കടുവിട്ട് നമ്മൾ പിന്നെ വെണ്ടയ്ക്കയും പാവയ്ക്കയും കൂടി മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ളൊക്കെ ആൾക്കാർ ഉപ്പേരി എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. മെഴുക്ക് വരട്ടിക്ക് നമുക്ക് മെഴുക്ക് വരട്ടി എന്നാണ് പറയുന്നത്. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമുളകിട്ട് ഒന്ന് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് അച്ഛനും അമ്മയാണ് കഴിക്കുന്നത് കേട്ടോ. പാവയ്ക്ക എനിക്കധികം തീരെ ഇഷ്ടമില്ല. പാവയ്ക്ക തീരെ ഇഷ്ടമില്ല. കഴിക്കും, അങ്ങനെ ഒരു ഫുഡും കഴിക്കാതെ ഇല്ല, കഴിക്കും. പക്ഷേ എന്നാലും ഇന്ന് കോവയ്ക്കയുണ്ട്. അപ്പം എനിക്ക് കോവയ്ക്ക ഇഷ്ടമാണ്. അപ്പം അത് ഉള്ളത് കൊണ്ട് ഞാനിത് വേണ്ടെന്ന് വെച്ച് കേട്ടോ. നമ്മൾ പ്രായമാകും തോറും നമ്മൾ കഴിക്കാത്ത പലതും കഴിച്ചു തുടങ്ങും. എനിക്ക്
എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം ഞാൻ പണ്ട് കുഞ്ഞിലെ ബീട്രൂട്ട് തോരൻ, ക്യാരറ്റ് തോരൻ, മെഴുക്ക് വരട്ടി എനിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. സാമ്പാറൊക്കെ ആണെങ്കിൽ ചാറ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെല്ലാം കഴിച്ചു തുടങ്ങി അങ്ങനെ. അപ്പം ഞാൻ എന്താ ഇതിൽ കൂട്ടെല്ലാം ഇട്ടു. അങ്ങനെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ കളർ കുറവെന്ന് തോന്നി, അപ്പം കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തു. ലുക്കും വേണമല്ലോ കറിക്കെന്നുള്ള കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തു. ഉപ്പെല്ലാം നോക്കി. പിന്നെ ഒരു പാൻ വെച്ചു, നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. പിന്നെ ഉഴുന്ന് നമ്മൾ അത് ഒന്ന് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. ഉഴുന്നും പിന്നെ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതും കൂടി ആഡ് ചെയ്യും കേട്ടോ ഈ എരിശ്ശേരിക്ക്. അപ്പം എരിശ്ശേരി റെഡിയാവും. ഇത് വറുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എരിശ്ശേരിയുടെ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പം അതും റെഡിയായി. ഇനിയിപ്പം ഈ നമ്മുടെ ഈ കടുവറുത്ത സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ കഴിയും കേട്ടോ അതിൻ്റെ പണിയും. കോവയ്ക്ക വെക്കാൻ വേണ്ടിയിട്ട് അമ്മ അരിഞ്ഞ് തന്നെ കേട്ടോ. അപ്പോൾ അത് വെക്കണം. അപ്പോൾ പിന്നെ നമ്മളിന്ന് മീനൊന്നും ഇല്ല. നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വച്ചിരിക്കുകയാണ്. ദോശക്കല്ലാണ് മുട്ട പൊരിക്കുന്നത്. അപ്പോൾ ആദ്യം വാവയ്ക്ക് പൊരിക്കാമെന്ന് വിചാരിച്ച്. ആൾക്ക് ഉള്ളി, സവാള അതൊന്നും ഇടുന്ന ഇഷ്ടമില്ല. അതെല്ലാം തുപ്പിക്കളയും. അതല്ലെങ്കിൽ എടുത്ത് എറിയും കേട്ടോ. ആരെങ്കിലും തലയിലൊക്കെ ആയിരിക്കും എറിയണതേ. അല്ലെങ്കിൽ എൻ്റെ മുഖത്ത്, എൻ്റെ ചോറിലൊക്കെ എടുത്തെറിയും. ചുമലിലൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും. അതുകൊണ്ട് ഞാൻ സവാളയോ ഉള്ളിയൊന്നും ഇടാതെ ആൾക്ക് മുട്ടയിൽ കുരുമുളക് പൊടി അല്പം, കുഞ്ഞായതുകൊണ്ട് അല്പം ചേർത്ത് ശകലം ഉപ്പും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് ശകലം ചൂടുവെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ പാലെടുക്കാം. എന്നിട്ട് നമ്മളത് ആഡ് ചെയ്ത് ആണ് ജസ്റ്റ് ഒന്ന് പൊരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാ മുട്ടയും പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ മിക്കവാറും പറന്നാണ് നിൽക്കുന്നത് അടുക്കളയിൽ. ഞാൻ വിചാരിക്കാറുണ്ട് നമ്മൾ ചില സമയത്ത് ഈ ഹീറോസില്ലേ, നമ്മുടെ ഈ സ്പൈഡർമാനും അയൺമാനും അവരൊക്കെ പോലെയാണെന്ന് പറന്നല്ലേ നിൽക്കണം നമ്മളും. അങ്ങനെ നമ്മൾ 2-3 മണിക്കൂറത്തെ പരിശ്രമം ചോറുണ്ണാൻ പോവുകയാണ്. 10 മിനിറ്റിൽ അവസാനിക്കും. നമ്മൾ അങ്ങനെയല്ലേ 2-3 മണിക്കൂറൊക്കെയാണ് ഈ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് 10 മിനിറ്റ്. പക്ഷേ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാകുമ്പം അത്രയ്ക്കും നല്ലതായിരിക്കും എന്നുള്ള ഒരു സന്തോഷം അതേ വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിചാരിച്ച് കഴിക്കുക. അങ്ങനെ നമ്മുടെ എരിശ്ശേരിയും മുട്ട പൊരിച്ചതും കോവയ്ക്ക മെഴുക്കുവരട്ടിയും നമ്മുടെ നാരങ്ങയും കൂടി കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. താങ്ക് യു. സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.